ISRO എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്. അപ്പോൾ ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമായിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് സ്പെയ്ഡെക്സ് എന്ന് പറയുന്നതാണ്. ഇത് ബഹിരാകാശ പേടകങ്ങളെ ഭ്രമണപഥത്തിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. പക്ഷേ ISRO ഇങ്ങ് എത്തി നിൽക്കുമ്പോൾ മാത്രമാണ് പലർക്കും ISROയുടെ നേട്ടങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ത്വരയുണ്ടാകുന്നത്. ISRO ഇതിനു മുൻപ് പല ചുവടുവയ്പ്പുകളും നടത്തിയിട്ടുണ്ട്. നാസയ്ക്ക് പോലും കഴിയാത്ത തരത്തിലുള്ള ചുവടുവയ്പ്പുകൾ ISRO നടത്തിയിട്ടുണ്ട്. ആ നേട്ടങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ എങ്ങനെയാണ് മാഷെ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു എത്തിനോട്ടം നടത്തിയിട്ട് ഒരു നല്ല ഡോക്യുമെൻ്റ് ഇപ്പോൾ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ ശ്രീ വി നാരായണൻ സാർ, ഡോക്ടർ വി നാരായണൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ തീർച്ചയായിട്ടും ISROയുടെ ഒരു 63 കൊല്ലത്തെ ചരിത്രമുണ്ടല്ലോ. 1962 ISRO തുടങ്ങുന്നത്. അന്ന് അതിന് ഇൻഗോസ്പാർ എന്നായിരുന്നു പേര്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നൊന്നും മറ്റായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് വിക്രം സാരാഭായി ചെന്ന് വെച്ച നിർദ്ദേശമാണ്, നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ. 47 ഇന്ത്യ വന്ന് 62 വരെ ആലോചിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു പിന്നോക്ക രാജ്യമായി നിന്നാൽ പോലെ എല്ലാ മേഖലയിലും നമ്മൾ എത്തിപ്പിടിക്കണം. അങ്ങനെ ശാസ്ത്ര ഗവേഷണ രംഗത്ത്, പ്രത്യേകിച്ച് ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ മുന്നേറേണ്ടതുണ്ട് എന്ന ആശയം കൊടുത്തിട്ട് വിക്രം സാരാഭായി അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വത്തും ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, വെറുതെ പോയി പറഞ്ഞതല്ല, അങ്ങനെയാണ് തുടങ്ങുന്നത്. 62 അതിൻ്റെ വളർച്ചയാണ്, അന്ന് മുതലുള്ള വളർച്ചയാണ്. 69 ഇന്നത്തെ പേര്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന പേരുണ്ടാകുന്നത് 69. പിന്നീട് അതിന് ബാംഗ്ലൂരിൽ വലിയ ആസ്ഥാനം ഉണ്ടാകുന്നത്, പിന്നീട് തിരുവനന്തപുരത്ത് സെൻറ്റർ ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരുപാട് സെൻറ്ററുകൾ ഇന്ത്യയിലൊട്ടാകെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയിൽ ഒരുപാട് നാഴികക്കല്ലുകളുണ്ട് നമ്മൾ പലപ്പോഴും. പക്ഷേ തുടക്കം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. 1969 ISRO തുടങ്ങുന്നത്. 69 ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അന്നേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയത് ലേറ്റ് ആയതാണ്. പക്ഷേ അങ്ങനെയാണല്ലോ, ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് എത്തുക എന്ന് പറയും പോലെ നമ്മൾ ഒരുപാട് പിന്നീട് നമ്മൾ നേടിയ വിജയം വളരെ അത്ഭുതകരമാണ്, വളരെ ഫാസ്റ്റാണ്, അതിവേഗത്തിലാണ് നമ്മളെ മുന്നേറ്റം. അപ്പോൾ അതിൽ ആ നേട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 62 കൊല്ലത്തെ ISROയുടെ നേട്ടങ്ങളിൽ ലോക റെക്കോർഡായി ഭവിച്ച 9 നേട്ടങ്ങളുണ്ട്. 9 നേട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ട. അതിനിപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആദ്യമായി നമ്മൾ ആര്യഭട്ട എന്നൊരു ഉപഗ്രഹം, കൃത്രിമ ഉപഗ്രഹത്തെ നമ്മൾ ഉണ്ടാക്കുന്നു. പിന്നെ ഭാസ്കര ഉണ്ടാകുന്നു, രോഹിണി ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു പരമ്പര തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യകാലത്ത് നമുക്ക് സ്വയം വിക്ഷേപിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപിക്കാനുള്ള സംവിധാനം ഉണ്ടായി. അതോടൊപ്പം തന്നെ SLV, PSLV, ASLV തുടങ്ങിയ സംവിധാനങ്ങൾ വന്നു. അതുപോലെ തന്നെ ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, സൗര ഗവേഷണ കേന്ദ്രം. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യാത്രയിൽ റെക്കോർഡായി ഇപ്പോഴും ഭേദിക്കപ്പെടാത്ത 9 കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ മുഴുവൻ മക്കൾക്കും ഇന്ത്യയുടെ പുരോഗതി അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. ആ രേഖ കഴിഞ്ഞ ദിവസം അറിഞ്ഞു പോകണം. അത് മാത്രമല്ല, ലോകത്തിലെ സയൻസ് ജേർണലുകൾ മുഴുവൻ ഈ ലേഖനം ആഘോഷിക്കുന്നുണ്ട്. ലോകത്തിലെ റെക്കോർഡാണല്ലോ, 9 റെക്കോർഡ്സ് ഓഫ് ISRO എന്ന പേരിലാണ് നാരായണ സാർ അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഇന്ത്യൻ മീഡിയയും നന്നായി കാണുന്നു, ലോകത്തിലെ മാധ്യമങ്ങളും കാണുന്നുണ്ട്. ആ 9 റെക്കോർഡ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രയാൻ 1 2008 ചന്ദ്രയാൻ 1. 2008 ചന്ദ്രനിൽ പര്യവേഷണം നടത്തുന്നതിൽ, ഗവേഷണം നടത്തുന്നതിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് ചോദിക്കും. പക്ഷേ അന്ന് വരെ ചന്ദ്രനിൽ നടത്തിയ ലോകരാജ്യങ്ങളുടെ ഒരു പരീക്ഷണത്തിനും സാധിക്കാത്തൊരു നേട്ടം ലോകത്തിനുണ്ടാക്കി കൊടുത്തത് നമ്മളാണ്, അന്നും ഇന്നും. ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ജലാംശമുണ്ട്, ജലതന്മാത്രകൾ കണ്ടെത്തുന്നത് ഇന്ത്യൻ പര്യവേഷണമാണ്. ചന്ദ്രയാൻ 1 ചരിത്രപരമായ നേട്ടം അതാണ്. അത് മറ്റാർക്കും സാധിക്കാത്തതാണ്. അതാണ് ഒന്നാമത്തെ റെക്കോർഡ്. രണ്ടാമത്തേത് മംഗൾയാനാണ്. മംഗൾയാൻ 2013 അതൊക്കെ ഇപ്പോൾ ചൊവ്വയിലേക്കുള്ള പര്യവേഷണ യാത്രകൾ, ഗവേഷണ യാത്രകൾ അതിൽ വളരെ ലേറ്റ് ആയിട്ടാണ് 2013. പക്ഷെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ചൊവ്വയിലേക്ക് പോകാൻ വേണ്ടി, ഇപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, നമുക്കറിയാലോ. 68 കോടി കിലോമീറ്ററാണ് ചൊവ്വയിലേക്കുള്ള ദൂരം. 68 കോടി കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് 68 കോടി കിലോമീറ്റർ ദൂരെയാണ് ചൊവ്വ എന്ന ഗ്രഹമുള്ളത്. ആ ഗ്രഹത്തിലേക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് പലരും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ നടത്തിയപ്പോൾ, അത് 2013 പോലും ഇന്ത്യ നടത്തിയപ്പോൾ അത് റെക്കോർഡായി. എന്താ കാരണം എന്നറിയോ?
അന്ന് വരെ ഒറ്റ കുതിപ്പിന് ചൊവ്വ ലക്ഷ്യമിട്ട് പോയ ഒരുത്തനും ലോകത്തിലെ ഒരു ബഹിരാകാശ പേടകവും ചൊവ്വയിലെത്തിയിട്ടില്ല, ലക്ഷ്യം കണ്ടിട്ടില്ല. ആദ്യത്തെ കുതിപ്പിന്, ആദ്യത്തെ പരീക്ഷണത്തിൽ ലക്ഷ്യം കണ്ട ലോകത്തിലെ ഒരേ ഒരു യാത്ര ഇന്ത്യയുടെ മംഗൾയാനാണ്. അതും ചരിത്രപരമായ ഒരു റെക്കോർഡാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണം റെക്കോർഡാണ്, അതിൽ ചരിത്രം തന്നെയാണ്. പക്ഷേ റോക്കറ്റ് എല്ലാവരും വിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പ്രത്യേകത, ഒറ്റ റോക്കറ്റിൽ 100-ലധികം ബഹിരാകാശ പേടകങ്ങളെ, ഉപഗ്രഹങ്ങളെ വഹിച്ചു കൊണ്ടുപോയി വിക്ഷേപിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. നാസക്ക് സാധിച്ചിട്ടില്ല. ഒറ്റ റോക്കറ്റിൽ 100 ബഹിരാകാശ പേടകങ്ങളെ സ്പേസിൽ എത്തിക്കാൻ കഴിഞ്ഞ ചരിത്രവും നമ്മുടേതാണ്. നമുക്കറിയില്ല, നമ്മുടെ മക്കൾക്കും നമ്മുടെ രാജ്യത്തിലെ അറിഞ്ഞു തന്നെ പോകണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതും ഒരു റെക്കോർഡാണ്, ലോക റെക്കോർഡാണത്. അത് PSLV ആയിരുന്നു അത് ചെയ്തത്. 2017 അടുത്ത ആലോചിച്ച് നോക്കൂ, ഒരു 5-8 കൊല്ലം മുമ്പാണെങ്കിൽ പോലും അത് ആർക്കും എത്താൻ പറ്റാത്ത നേട്ടമാണ്. 2017 PSLV ആണ് അത് ചെയ്തത്. അതും ചരിത്രമാണ്. 2019 2 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ചന്ദ്രയാൻ 2 വന്നു. ചന്ദ്രയാൻ 2 2019 എന്തായിരുന്നു ചന്ദ്രയാൻ 2ൻ്റെ പ്രത്യേകത? ഇപ്പോഴും ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ സ്ഥാപിച്ച ക്യാമറകളാണ് നാസയുടെ നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ ഒക്കെ ഉപയോഗിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ അത്രയേറെ റെസൊല്യൂഷനുള്ള, അപാരമായ കൃത്യതയും വ്യക്തതയുമുള്ള ഫോട്ടോഗ്രാഫിക് ക്യാമറയാണ് നമ്മൾ നിക്ഷേപിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക പോലും ഉപയോഗിക്കുന്നത് നമ്മുടെ ചിത്രങ്ങളാണ്. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നാസയാണ്. നാസ പോലും നമ്മുടെ ചിത്രങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്നു എന്നാണ് വാർത്ത. എന്ന് പറഞ്ഞാൽ അത് നാസയെ പോലും കടത്തി വെട്ടിയ നമ്മുടെ റെക്കോർഡാണ്. അതാണ് ചന്ദ്രയാൻ 2ൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് 2023 ലേറ്റസ്റ്റ് 2 കൊല്ലം മുമ്പ് ചന്ദ്രയാൻ 3 മറ്റൊരു റെക്കോർഡാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ചന്ദ്രനിലേക്ക് ഒരുപാട് വാഹനങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ, സൗത്ത് പോളിൽ ആർക്കും അത് അതീവ റിസ്ക്കിയാണ്, ആർക്കും അത്ര എളുപ്പമല്ല. പക്ഷേ ഇന്ത്യ 2023 അതും നേടിയിരിക്കുന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചെന്നത് ചന്ദ്രൻ്റെ സൗത്ത് പോളിലാണ്, ദക്ഷിണ ധ്രുവത്തിലാണ്. അതും ലോക റെക്കോർഡാണ്. മറ്റാരും പോകാത്തടത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം. അതാണ് 2023 ഓഗസ്റ്റ് 23 അത് വല്ലാത്തൊരു കോയിൻസിഡൻസ്. 2023 ഓഗസ്റ്റ് 23 കുട്ടികൾക്ക് ക്വിസ് മത്സരത്തിനൊക്കെ ഓർത്തു വെക്കാവുന്ന ഡേറ്റാണത്. അത് ചന്ദ്രയാൻ 3 വേറൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ്, ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചു. ക്രയോജനിക് എഞ്ചിൻ ഇല്ലാഞ്ഞിട്ട് ഞങ്ങളെ സഹായിക്കണേന്ന് പറഞ്ഞതിനാണ്, അറിയാലോ, നമ്മുടെ ISRO ചാരക്കേസൊക്കെ ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു അത്. പക്ഷേ ക്രയോജനിക് എഞ്ചിൻ നമ്മൾ വികസിപ്പിച്ചു, സ്വന്തമായി തന്നെ, ആരുടെയും സഹായമില്ലാതെ വികസിപ്പിച്ചു. ഈ ദ്രവ ഹൈഡ്രജനും, അതായത് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ചേർത്തുകൊണ്ടുള്ള ക്രയോജനിക് എന്ന് പറയാലോ, അതീവ എന്താ പറയുക, ഏറ്റവും താണ അറ്റ്മോസ്ഫിയറിൽ, ഏറ്റവും കുറഞ്ഞ താപനിലയിൽ വാതകങ്ങളെ, പ്രകൃതിയിലെ മൂലകങ്ങളെ എത്തിച്ചിട്ടുള്ള സാങ്കേതികവിദ്യയാണ് ക്രയോജനിക് സാങ്കേതികവിദ്യ എന്ന് പറയുക. അത് നേടിയെടുത്തു ഇന്ത്യ. അതും റെക്കോർഡാണ്. വേറൊന്ന് പ്രധാനപ്പെട്ട കാര്യം, പക്ഷെ അത് നമ്മൾ മാത്രം ചെയ്തു നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ അതിൻ്റെ റെക്കോർഡ് എത്രയാണ്? ലോകരാജ്യങ്ങളിൽ 6ാമത് ആ പദവി നേടുന്നത് നമ്മളാണ്. നേരത്തെ 5 രാജ്യങ്ങൾ നേടിയിട്ട് വൻകിടക്കാരാണ്. റഷ്യ നേടിയിട്ടുണ്ട്, അമേരിക്ക നേടിയിട്ടുണ്ട്, ജപ്പാൻ, ഇങ്ങനെ ഫ്രാൻസ്, അവരൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ അവരോടൊക്കെ നമ്മൾ ചോദിച്ചു, ഞങ്ങളെ ഒന്ന് സഹായിച്ചില്ല. പക്ഷേ ഇന്ത്യ തന്നെ ഒറ്റക്ക് നേടിയെടുത്തു. അപ്പോഴും ചെറിയ നേട്ടമല്ല. ആലോചിച്ച് നോക്കൂ, 204 രാജ്യങ്ങളുണ്ട് ലോകത്ത്, അതിൽ 6ാം സ്ഥാനത്ത് നമ്മളാണ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ നേട്ടമല്ല എന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട്. 7ാമത്തെ കാര്യം ഈ പരീക്ഷണങ്ങളുടെ കൃത്യതയാണ്. ഉദാഹരണത്തിന് നമ്മൾ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കിയല്ലോ, വികസിപ്പിച്ചല്ലോ. മറ്റു രാജ്യങ്ങളൊക്കെ 10 തവണയെങ്കിലും പരാജയപ്പെട്ടിട്ടാണ് നേടിയത്. ഇന്ത്യ 1ാമത്തെ പരീക്ഷണത്തിൽ നേടിയെന്ന് നമ്മൾ പറയുന്നില്ല, കാരണം നമ്മൾ സത്യസന്ധരാണ്, സത്യമേ പറയുള്ളൂ. അതുകൊണ്ട് നാരായണ സാറ് പറഞ്ഞിരിക്കുന്നു, നമ്മൾ 3ാമത്തെ പരീക്ഷണത്തിൽ ജയിച്ചു. അതും നേട്ടമാണ്. മറ്റു പല രാജ്യങ്ങളും ഏറ്റവും ശാസ്ത്ര നേട്ടങ്ങളിലൊക്കെ നമ്മളെക്കാൾ എത്രയോ കാലം മുമ്പേ തുടങ്ങിയ തറവാട്ടുകാരായ ലോകരാജ്യങ്ങൾ 10ാം തവണ പരീക്ഷിച്ചിട്ടും ആണ് ജയിച്ചതെങ്കിൽ നമ്മൾ 3ാം തവണയിൽ ജയിച്ചു. അത് നമ്മുടെ ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് പറയണം. അതുപോലെ തന്നെയാണ് അത് അത്രയും കൃത്യമായിരുന്നു നമ്മുടെ പരീക്ഷണങ്ങൾ. 8ാമത്തെ നേട്ടം ഈ റോക്കറ്റ് വിക്ഷേപണത്തിലെ കൃത്യതയാണ്. അത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ മംഗൾയാൻ പറഞ്ഞല്ലോ, 68 കോടി കിലോമീറ്റർ ദൂരെയുള്ള ചൊവ്വയിലേക്ക് നമ്മൾ ഒരു വാഹനം അയക്കണം, ഒരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണ്.
ഒരു വാഹനവുമായി പേടകവുമായി റോക്കറ്റ്. പക്ഷേ അന്ന് വരെ ലോകത്തിലെ ഒരു രാജ്യവും കൃത്യമായി ലക്ഷ്യം തെറ്റാതെ ചെന്നിട്ടില്ല. ഒന്നുകിൽ വിക്ഷേപിച്ച ആംഗിൾ മാറിപ്പോവും, അല്ലെങ്കിൽ അവിടെ ചെന്നുന്ന ഈ ഡെസ്റ്റിനേഷൻ മാറിപ്പോവും. ഒരു 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 മൈന്യൂട്ടായ മിസ്റ്റേക്ക് പോലും പറ്റാതെ, ഒരു ആംഗിൾ പോലും മാറാതെ, 0.1 ഡിഗ്രി പോലും ആംഗിൾ തെറ്റാതെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് നമ്മുടെ മംഗൾയാനാണ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ നേട്ടമല്ല. അതും ചരിത്രമാണ്, മറ്റാർക്കും സാധിക്കാത്തതാണ്. ഇത്രയുമാണ് 8 ഇപ്പോൾ 9ാമത്തെ ഒരു കാരണം കൂടി പറയുന്നുണ്ട്. ഈ നമ്മൾ നേടിയ സ്വയം പര്യാപ്തത. മറ്റു പല രാജ്യങ്ങളും വൻകിട രാജ്യങ്ങളാണെങ്കിൽ പോലും പരസ്പര സഹായത്തോടെയാണ് നേടിയത്. നമ്മുടെ ക്രയോജനിക് എഞ്ചിൻ ഉൾപ്പെടെയുള്ളത് നമ്മൾ നേടിയത് മറ്റുള്ളവരൊക്കെ ക്രൂരമായി നമ്മളെ പരിഹാസപൂർവ്വം നിഷേധിച്ചപ്പോൾ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചത് സ്വയം പര്യാപ്തതയാണ്. നമ്മൾ ഒറ്റയ്ക്ക് നേടിയതാണ്. ഈ സമയത്ത് ഇതാണ് ഈ 9 കാര്യങ്ങളിൽ ലോക റെക്കോർഡ് ഇട്ട സ്ഥാപനമാണ് ISRO എന്ന് ഉത്തരവാദപ്പെട്ട അതിൻ്റെ ചെയർമാൻ തന്നെ രേഖപ്പെടുത്തുമ്പോൾ അത് ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. ഒരുപാട് വലിയ മനുഷ്യർക്ക് നന്ദി പറയുന്നുണ്ട്. ISROയിൽ ഇതുവരെ 62 കൊല്ലത്തെ അതിൻ്റെ ചരിത്രത്തിൽ 11 ചെയർമാന്മാരുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ ആൾ നമുക്കറിയാം വിക്രം സാരാഭായി സാറാണ്. വിക്രം സാരാഭായിക്ക് ശേഷം ഒരുപാട് പേര്, MGK മേനോനായിരുന്നു 2ാമത്തെ ചെയർമാൻ, പേരുകേട്ട സതീഷ് ധവാനായിരുന്നു, പിന്നെ UR റാവു വളരെ വിഖ്യാതനാണ്, കസ്തൂരി രംഗൻ അതിനേക്കാളും പ്രസിദ്ധനാണ്, G മാധവൻ നായർ ഉണ്ടായിരുന്നു. അതുപോലെ മലയാളിയാണ് G മാധവൻ നായർ, പിന്നെ മലയാളിയായ K രാധാകൃഷ്ണൻ സാർ, K ശിവൻ, S സോമനാഥ്, ഒക്കെ. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ആളാണ് V നാരായണൻ. ഈ 13 പേര് ചെയർമാൻ ആയില്ലെങ്കിൽ പോലും ചെയർമാനേക്കാൾ വലിയ പദവിയിലെത്തിയ ഒരാൾ അവിടുത്തെ ഡെപ്യൂട്ടിയായി 2ാം ചെയർമാൻ്റെ തൊട്ട് താഴെ പണിയെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് APJ അബ്ദുൽ കലാം എന്നാണ്, ഇന്ത്യൻ പ്രസിഡൻ്റായി മാറി. അത് അങ്ങനെയുള്ള വലിയ മനുഷ്യരെയൊക്കെ ഓർത്തുകൊണ്ടാണ്, ഇവരുടെയൊക്കെ ഡെഡിക്കേഷൻ കൊണ്ടുകൂടിയാണ് വിജയിച്ചത് കേട്ടോ. ഞാൻ ഈ വിക്രം സാരാഭായിയുടെ ജീവചരിത്രത്തിൽ ഒരു അത്ഭുതകരമായൊരു പരാമർശം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവനും ISRO കൊടുത്തതാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ പണിയെടുക്കും. അവിടെ ജോലിക്കാരനാണ്. കാരണം വെച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു സേവകനാണ് ഞാൻ. അവിടുത്തെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഇദ്ദേഹം ജോലി ചെയ്യുന്ന 18 മണിക്കൂറാണ് ദിവസം. 18 മണിക്കൂർ തുടർച്ചയായിരുന്നു ജോലി ചെയ്യും. ശമ്പളം എത്രയെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ശമ്പളം 1 രൂപയാണ്. 1 രൂപ. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയുടെ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ. അതിൻ്റെയൊക്കെ ഒരു അഭിമാനം ആലോചിച്ച് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള വലിയ മനുഷ്യരുടെ സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ISRO എന്ന് നാരായണൻ സാർ ഓർമ്മിക്കുന്നുണ്ട്. നമുക്കത് ഓർമ്മിക്കാം. അവരുടെ മുമ്പിൽ അവരുടെ ഓർമ്മകളെ നമിക്കാം. രാജ്യത്തിൻ്റെ അഭിമാനമായ ഈ സ്ഥാപനത്തെ ഈ നിലയിലെത്തിച്ച എല്ലാ ഇന്ത്യക്കാരോടും നന്ദി പറയാം, നന്ദിയോടെ ഓർക്കാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.